പൂക്കാരി, പൂവിനെന്താ വില? ഒരു മുഴം 2 രൂപ സാർ. അത്രേ ഉള്ളോ? ഇത്രയും നല്ല പൂവിന് 2 രൂപയുള്ളൂ? അത് തീരെ കുറവാണല്ലോ. നിന്റെ പേരെന്താ? സാറിന് പൂവല്ലേ വേണ്ടത്? എന്റെ പേരെന്തിനാ അറിയുന്നേ? പൂവിനേക്കാൾ എനിക്കിഷ്ടപ്പെട്ടത് പൂക്കാരിയാ, അതുകൊണ്ടാ. അതെന്തൊരു പോക്കാ. നിക്കുന്നേ, പൂ തന്നിട്ട് പോ. നിന്നെ ഞാൻ പേടിക്കണ്ട സാറേ, ആരും കണ്ടില്ല. എന്താ സാറേ കവിള് ചുവന്നിരിക്കുന്നത്? കടന്നൽ കുത്തി. കൂടലക്കാതെ കടന്തൽ ആരെയും കുത്താറില്ല. സൂക്ഷിച്ചില്ലെങ്കിൽ കടന്തൽ അടുത്ത കവിളിലും കുത്തും. സാറേ, ആ മേനോ സാർ അമ്മച്ചി എത്ര നല്ലവരാ. ഞാൻ അവരോട് പറയാൻ പോകുന്നില്ല. പറഞ്ഞാൽ ചിലപ്പോ അമ്മച്ചി സഹിക്കില്ല. അവർ ഹാർട്ട് പേഷ്യന്റ് അല്ലേ. ആ ഒരു ഓർമ്മയെങ്കിലും സാറിന് വേണ്ടേ? നീ എത്ര നാളാ ഇങ്ങനെ പൂവിട്ട് നടക്കാൻ പോകുന്നത്? മരിക്കുന്നവരെ. പിന്നെ അച്ഛൻ ഉടനെ നിന്നെ പിടിച്ചു കെട്ടിക്കാൻ ഒരു കുതിരക്കാരനെ അന്വേഷിച്ചോണ്ടിരിക്കാൻ. ഞാൻ കെട്ടുന്നില്ല. അപ്പൂവിനെ കണ്ടില്ലേ? പനിയൊക്കെ മാറിയോ? മാറി. ഇന്നലെ കണ്ടിരുന്നു. അണ്ണാ, അപ്പം കൊണ്ടുവരുന്ന കല്യാണത്തിന് അണ്ണൻ സമ്മതിക്കരുത്. എനിക്കത് ഇഷ്ടമല്ല. അപ്പന്റെ സ്വഭാവം അണ്ണൻ അറിയാമല്ലോ. ഞാൻ അപ്പൂനല്ലാതെ മറ്റൊരാളെയും കല്യാണം കഴിക്കില്ല. അണ്ണൻ ഞങ്ങളുടെ കല്യാണം നടത്തി തരണം. ഇപ്പോഴല്ല, എന്നെങ്കിലും. എനിക്ക് അച്ഛനില്ല, അമ്മയില്ല, ആരുമില്ല. എനിക്കെല്ലാം നിങ്ങളാണ്. നിന്റെ ആഗ്രഹത്തിനപ്പുറം എനിക്കൊന്നുമില്ല. നീ പിടിക്കണ്ട. നിന്റെ ആഗ്രഹം പോലെ എല്ലാം നടക്കും. വാ. എങ്ങോട്ടാടാ മോനെ? ഈ കുട്ടി ഒന്ന് സൂയിസൈഡ് പോയിന്റ് കാണിക്കാൻ കൊണ്ടുപോവാ. ഏതാ ഈ കുട്ടി? അമ്മ, ഇത് മേനോൻ സാറിന്റെ അവിടുത്തെ. ഓ, അത് ശരി. അച്ഛൻ വാടാ ജിമ്മി. ആരാ രാജു അത്? എന്റെ മാമൻ. അങ്കിളോ? എന്റെ വളർത്തച്ഛൻ എന്ന് വേണേൽ പറയാം. രാജുവിന്റെ അച്ഛനും അമ്മയും? എന്താ രാജു ഒന്നും മിണ്ടാത്തത്? എനിക്ക് എന്റെ അച്ഛനെ അമ്മയും കണ്ട ഓർമ്മയില്ല. ഒരു അനാഥനാണ് ഞാൻ, അംഗീകരിക്കപ്പെടാത്തവൻ. എന്റെ ജോലി അതുപോലാണല്ലോ, അൺഓതറൈസ്ഡ് ഗൈഡ്. സത്യത്തിൽ ഈ കൈനോട്ടവും ജ്യോതിഷവും ഒന്നും എനിക്കറിയാൻ പാടില്ല. ജീവിക്കാൻ വേണ്ടിയാ ഈ വേഷങ്ങളൊക്കെ കിട്ടുന്നത്. അതൊക്കെ പോട്ടെ. ദോ കാണുന്ന സൂയിസൈഡ് പോയിന്റ്. വാ. കാലൊന്ന് തെറ്റി താഴെ പോയാ പൊടി കാണില്ല. എങ്ങനെ ഈ സ്ഥലത്തിന് സൂയിസൈഡ് പോയിന്റ് എന്ന് പേരുണ്ടായത്? അത് പിന്നെ പണ്ട് സായിപ്പന്മാരുടെ കാലത്ത് അവരിവിടുത്തെ സുന്ദരികളായ പെൺകുട്ടികളെ വലവീശി പിടിച്ച്. വലവീശിയേ? അതെന്ത് വലയാ? അത് അവരെ പിടിച്ച് മാനഭംഗപ്പെടുത്തുമായിരുന്നു. അങ്ങനെ ചാരിത്രം നഷ്ടപ്പെട്ട പല പെൺകുട്ടികളും ഇവിടെ വന്ന് ചാടി ചത്തിരുന്നത്. അങ്ങനെയാണ് സൂയിസൈഡ് പോയിന്റ് എന്ന് പേര് കിട്ടിയത്. ഏതായാലും സായിപ്പന്മാരെ കൊണ്ട് ഇങ്ങനെ ഒരു പേരുണ്ടായല്ലോ. ആ, പിന്നെ ഈയിടെ അടുത്തൊരു സൂയിസൈഡ് ഉണ്ടായി. ഒരു മദ്രാസ് ഗേൾ, ഒരു കോളേജ് ബ്യൂട്ടി. അവർക്ക് സംതിങ് ലവ് ഫെയിലിയർ ആണെന്ന് തോന്നുന്നു. അവര് മദ്രാസിൽ നിന്ന് ഫ്ലൈറ്റ് മധുര വന്നിറങ്ങി അവിടുന്ന് ടാക്സി വിളിച്ച് ഇവിടെ വന്ന് ചാടിച്ചെത്തു. അത് കൊള്ളാലോ. അപ്പൊ ലവ് ഫെയിലിയർ ആയവർക്ക് വേണ്ടിയുള്ള ഒരു ഫേമസ് പ്ലേസ് ആണല്ലേ ഇത്? ഞാനും ചാടി നോക്കട്ടെ. നിമ്മി, നിന്നോട് ആര് പറഞ്ഞു ഒറ്റയ്ക്ക് വരാൻ? ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ. നിന്നോട് പറഞ്ഞിട്ടില്ല റാസ്കൽ. നിന്നെ ഞാൻ വിനുവേട്ടാ, ഞാൻ വിളിച്ചിട്ടാണ് രാജു വന്നത്. വിദ്യാഭ്യാസം മാത്രം ഉണ്ടായ പോരാ, കുറച്ച് മാനേഴ്സ് കൂടി വേണം. മാനേഴ്സ് നീ എന്നെ പഠിപ്പിക്കണ്ട, എനിക്കെല്ലാം അറിയാം. ഒരു ഗൈഡ് അവളുടെ ഒരു സ്ഥലം കാണലും. വാടി വീട്ടിലേക്ക്. ഞാൻ വന്നോളാം. ഈ വക തെണ്ടുകളായിട്ടുള്ള നിന്റെ നടത്തം ഇന്നത്തോട് ഞാൻ നിർത്തിയേക്കാം. സോറി രാജു. എന്നെ ആർക്കും എന്തും പറയാമല്ലോ. ഞാൻ ആരുമില്ലാത്തൊരു അനാഥൻ. പണമില്ല, പഠിപ്പില്ല. പക്ഷെ ഒന്നുണ്ട്, അഭിമാനം.
നിന്നെ ഓർത്തിട്ടാ ഞാൻ തിരിച്ചൊന്നും പറയായിരുന്നു. എനിക്ക് വേണ്ടി ക്ഷമിക്കൂ. പിന്നോ നീ ഒന്ന് ക്ഷമിക്കേ. എന്ത് ക്ഷമിക്കണമെന്ന് മമ്മി പറയുന്നത്? ക്ഷമിക്കൊരു അതിരില്ലേ? അവൾ അവന്റെ മുമ്പിൽ വെച്ച് എന്നെ ഇൻസൾട്ട് ചെയ്ത്. അവൾ എന്നെ മാനേഴ്സ് പഠിപ്പിക്കാൻ വന്നിരിക്കുന്നു. അവളുടെ സ്വഭാവം നിനക്കറിയില്ലേ? അവക്ക് കുറച്ച് വാശി എടുത്തിയാട്ടും കൂടുതലാണെന്നേ ഉള്ളൂ. പിന്നെ എല്ലാവരും സോഷ്യലായിട്ട് പെരുമാറും. അല്ലാതെ നീ പറയുന്ന പോലെ അവൾ കൊച്ചുകുട്ടിയൊന്നുമല്ലല്ലോ. എന്താ അവൾ ജീവിക്കുന്നത് അമേരിക്കയിലോ പാരീസിലാണോ? മമ്മിയും ഡാഡിയും കൂടി അവളെ ചീത്തയാക്കുന്നത്. നിമ്മി വരട്ടെ, ഞാൻ ചോദിക്കാം. എന്റെ ഭാര്യയാകാൻ പോകുന്ന പെണ്ണ് ഞാൻ പറയുന്നത് അനുസരിക്കണം. അല്ലാതെ അവളുടെ വാശിക്ക് എടുത്തിയാട്ടത്തിനൊക്കെ താന്തുള്ളാൻ എന്നെ കിട്ടില്ല. നിങ്ങൾക്ക് ഏത് സ്ഥലം വേണമെങ്കിലും ഞാൻ കൊണ്ട് കാണിച്ചു തരാം. ഇങ്ങനെയൊന്നും പെരുമാറരുത്. നിങ്ങളൊക്കെ വിദ്യാർത്ഥികളാണ്. ഒന്നുമില്ലേ, ഞാൻ വയസ്സിന് മൂത്തതല്ലേ. അയ്യോ, എന്ത് പറ്റി ജോസഫേട്ടാ? രായു, രായു മോനെ, ഇനി കാര്യം എന്താന്ന് പറ. പോയടാ മോനെ, എല്ലാം പോയി. എന്റെ ലൈസൻസ് കട്ട് ചെയ്തു, എന്നെ പിരിച്ചു വിട്ടു. എന്താ കാര്യം? ഞാൻ എപ്പോഴും ഫുൾ തണ്ണിയാണെന്ന് ടൂറിസ്റ്റുകൾ കംപ്ലൈന്റ് ചെയ്തിരിക്കുന്നു. ഞാൻ 24 മണിക്കൂറും തണ്ണിയാണെന്ന് നിനക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ജോസഫേട്ടൻ തണ്ണി എടുക്കുന്ന ആരാ പറഞ്ഞത്? ആ പരട്ട ടൂറിസം ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് അതോറിറ്റിക്കാര്. അതിനെന്തിനാ കരയുന്നത്? ഈ ഓതറൈസ്ഡ് ജോസഫിനെ അൺഓതറൈസ്ഡ് ആക്കിയില്ലേ? ജോസഫേട്ടന്റെ ഫീലിങ്സ് എനിക്ക് മനസ്സിലായി. നമുക്കൊരു കാര്യം ചെയ്യാം. ജോസഫേട്ടൻ എന്റെ കൂടെ കുടിക്കും. നമുക്കൊരു അൺഓതറൈസ്ഡ് യൂണിയൻ ഉണ്ടാക്കാം. മോനെ, ഞാൻ നിന്നോട് ഒരുപാട് ദ്രോഹങ്ങൾ ചെയ്തിട്ടുണ്ട്. നീ എന്നോട് ക്ഷമിക്കണം. അതൊന്നും സാരമില്ല, നമുക്ക് ജീവിച്ച പോലെ. പക്ഷെ ഒരു കാര്യം, എന്റെ കൂടെ വരുമ്പം എപ്പോഴും ഇങ്ങനെ തണ്ണി അടിച്ചാർന്നാ ശരിയായോ? അയ്യോ, തണ്ണി അടിച്ചില്ലെങ്കിലേ എനിക്ക് എണീറ്റ് നടക്കാൻ പറ്റുകയില്ല. കൈയും കാലും വിറയ്ക്കും, ഫീലിങ്സും വരും. അതൊക്കെ ജോസഫേട്ടന്റെ തോന്നല. ജോസഫേട്ടന്റെ ഫീലിങ്സ് മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. നീയെങ്കിലും എന്റെ ഫീലിങ്സ് മനസ്സിലാക്കിയല്ലോടാ മോനെ. ഒരു 200 മില്ലി ഞാൻ മിണ്ടിപ്പോരുന്ന മില്ലിയുടെ കാര്യം പോ. എന്നാ നാട്ടിലേക്ക് തിരിച്ചു പോകുന്ന? 31 പോണെന്ന് അങ്കിള് പറഞ്ഞിരിക്കുന്നത്. എന്താ? ഒന്നുമില്ല, ചോദിച്ചെന്നേ ഉള്ളൂ. നാട്ടിൽ പോയാ പിന്നെ എന്നാ തിരിച്ചു വരിക? ഒരു നിശ്ചയമില്ല. ആരാണത്? ബംഗ്ലാവിൽ താമസിക്കുന്ന മൈന പറഞ്ഞു. ഒരു ഫോട്ടോ എടുത്തോട്ടെ, കോപ്പി 1 മണിക്കൂറിനകം തരാം. 10 രൂപയേ ഉള്ളൂ. ശരി, എടുത്തോളൂ. വെയിറ്റ് വെയിറ്റ് വെയിറ്റ്, രാജു, രാജു നിന്നോളൂ. വേണ്ട, നിന്നോളൂന്നേ, കാണാലോ. ഒന്ന് ചുമ്മാ നിക്കണ. കുറച്ചുകൂടെ അടുത്ത് നിക്കണ. എടുക്കല്ലേ? ഈ സഞ്ചി വേണ്ട. റെഡി. യെസ്, റെഡി. താങ്ക് യു.